ഗുഡ് ഈവനിങ്. വിജയം എന്നുള്ളത് ഒരു എളുപ്പത്തിൽ നേടാൻ പറ്റുന്ന ഒന്നല്ല. അതിന് ആത്മാർത്ഥമായിട്ട് വളരെ തീവ്രമായിട്ട് നമ്മൾ അധ്വാനിക്കുകയും ആ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ മാത്രമാണ് നമുക്കത് നേടിയെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. കടലിലെ തിരമാലയും പാറയും തമ്മിൽ നിരന്തരം മത്സരത്തിലാണ്. അവസാനം ആ തിരമാല തന്നെ വിജയം നേടും. ഒരിക്കലും ആ തിരമാലയുടെ കരുത്തുകൊണ്ടല്ല, മറിച്ച് നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് തീർച്ചയായിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് ആ തിരമാല മുന്നേറുന്നത്. ഇവിടെ നിങ്ങളും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു എക്സാമിൽ എന്തെങ്കിലും തളർച്ച വരുമ്പോൾ അതിൽ തളർന്നിരിക്കാതെ ഇനി വരുന്ന എക്സാമിൽ, കഴിഞ്ഞ എക്സാമിലുണ്ടായ ദുരനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നേറാനായിട്ടുള്ളൊരു മനസ്ഥിതി അല്ലെങ്കിൽ ഒരു മനോഭാവം നിങ്ങൾ ഓരോരുത്തരും വെച്ചു പുലർത്തണം. എങ്കിൽ മാത്രമാണ് നമുക്ക് തുടർന്ന് വിജയങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൂ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ എക്സാം, കേരള PSC ജോലി, കേരള ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ ഈസി ആയിട്ട് അത് നേടിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ഒരു വ്യാമോഹം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. അപ്പൊ ഈ അടുത്ത് നടന്ന എക്സാമുകളെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെയേറെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒരു ഉദ്യോഗാർത്ഥിയുടെ ആ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് പരിപൂർണമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിലവിൽ PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുത്ത് നടന്ന ICDS സൂപ്പർവൈസർ എക്സാം, പ്രൊബേഷൻ ഓഫീസർ തസ്തികയിലേക്ക് നടത്തിയ എക്സാം, ഇതിലെല്ലാം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ നിലവാരം പുലർത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഒരു സർഫസ് ലെവലിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠനം കൊണ്ട് നമുക്ക് എവിടെയും എത്താനായിട്ട് കഴിയത്തില്ല. നമുക്ക് ഒരു ജോലി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കത് നേടിയെടുക്കണം എന്നാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതെങ്കിൽ ഒരു സർഫസ് ലെവലിൽ നിന്നുള്ള ഒരു പഠനം പറ്റത്തില്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം. ഇനി അത് പഠിച്ചു കഴിഞ്ഞാലും നമുക്കുണ്ടാകുന്ന ഒഴിവുകൾ വളരെ കുറവുമാണ്. ഏത് തസ്തിക എടുത്താലും, നിരാശപ്പെടുത്താൻ വേണ്ടി പറയുമല്ല, ഏത് തസ്തിക എടുത്താലും, ഇനി നിങ്ങൾ ഒരു കേരള ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുകയാണെങ്കിൽ ഏത് തസ്തിക എടുത്താലും, ഇതിന്റെ മാത്രമല്ല, പ്രൊബേഷൻ ഓഫീസർ എടുത്താലും, CDPO എടുത്താലും, ICDS സൂപ്പർവൈസർ എടുത്താലും, ഏതെടുത്താലും ഒഴിവുകൾ കൊട്ടക്കണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഒന്നും ഒഴിവുകൾ ഉണ്ടാകത്തില്ല. വളരെ നിസ്സാരമായിട്ടുള്ള ഒഴിവുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഞാൻ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒഴിവുകളുടെ എണ്ണത്തിലല്ല. പൊതുവായിട്ട് ഉദ്യോഗാർത്ഥി സമൂഹം ശ്രദ്ധിക്കുന്നത് എപ്പോഴും എത്ര ഒഴിവുണ്ട്. ഒഴിവുകൾ ഉണ്ടെങ്കിൽ പഠിക്കാം. ഒഴിവുകൾ കുറവാണ് അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് എന്ന് കണ്ടു കഴിയുമ്പോൾ അവരിലുള്ള ആ ആഗ്രഹം അങ്ങ് ഉൾവലിയുകയാണ്. കാരണം വേറെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകും, എന്നേലും മികച്ച കുട്ടികൾ ഉണ്ടാകും. അപ്പൊ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ആ പഠനത്തിന്റെ ആ അളവ് കുറയ്ക്കുന്നു. അതാണ് നമ്മളെ ആ ലക്ഷ്യത്തിലെത്തിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന വസ്തുത. ഇനിയുള്ള കാലമെല്ലാം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഒഴിവുകൾ വളരെ കുറവായിരിക്കും. നിങ്ങൾ എന്തായാലും ബുദ്ധി വിവേകമുള്ളവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഞാൻ ഈ പറയുന്നത് ശരിയല്ലേ എന്ന്. അപ്പോൾ ഒഴിവുകളിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ നോക്കരുത്. നമുക്ക് നമ്മളുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാം വരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ആ എക്സാം എഴുതുക, പഠിച്ചെഴുതുക.
അതും വെറുതെ നമ്മൾ എന്തെങ്കിലും കാണിച്ചു പഠിച്ചിട്ട് കാര്യമില്ല. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ജോലി ആഗ്രഹിച്ചാണ് എങ്കിൽ അതിനു വേണ്ടിയിട്ട് തീവ്രമായിട്ടുള്ള ഒരു പഠനം കാഴ്ചവെക്കണം. അതല്ലാതെ അതിൽ ഒരൊഴിവുള്ളൂ അല്ലെങ്കിൽ അതിൽ ഒഴിവില്ല, എന്നാ പിന്നെ പഠിക്കണ്ട, വെറുതെ പോയിട്ട് എഴുതാം, എന്തിനാണ് വെറുതെ സമയം കളയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു സർഫസ് ലെവലിലുള്ള ഒരു പഠനം കൊണ്ട് നമുക്ക് എങ്ങും എത്താനായിട്ട് കഴിയത്തില്ല. ഇത് തുടക്കം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് നിരന്തരമായിട്ട് അതിന് തീവ്രമായിട്ട് പഠിക്കാൻ കഴിവുണ്ട് അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്നുള്ള ഒരു തീരുമാനമാണ് ആദ്യം നിങ്ങൾ എടുക്കേണ്ടത്. അതല്ലാതെ ഏത് മികച്ച കോച്ചിങ് സെന്ററിൽ പോയി ചേർന്ന് ഏത് വിദഗ്ധ അധ്യാപകന് ക്ലാസ് എടുത്താലും നമുക്ക് ആ ഒരു തീവ്രമായ ആഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ഒഴിവുകൾ ഞാൻ നോക്കുന്നില്ല, പകരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വയസ്സിലേക്കാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട്, നിങ്ങളുടെ ഏജിലേക്കാണ് നോക്കേണ്ടത്. എത്ര കാലം കൂടി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എത്ര വയസ്സ് വരെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ജനറലില് 36, സംവരണ വിഭാഗങ്ങൾക്ക് 39, പിന്നെ SC/ST വിഭാഗങ്ങൾക്ക് 2 വർഷവും കൂടി കിട്ടും, 41. ഇതാണ് കണക്ക്. അപ്പൊ എന്റെ പ്രായം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ പ്രായത്തിനിടക്ക് എന്റെ പ്രായം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുവാണല്ലോ, അപ്പൊ ആസ് ഏർലി ആസ് പോസിബിൾ എനിക്കൊരു ജോലിയിൽ കയറണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒഴിവുകളില്ല എന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും പറയും അതൊന്നും നടക്കാൻ പോകുന്നില്ല. അവിടെയാണ് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഈ നടന്ന എക്സാമുകളിലൊക്കെ ഇപ്പോൾ പ്രൊബേഷൻ ഓഫീസർ, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ, ഇങ്ങനെയുള്ള എക്സാമുകളിൽ ഒക്കെ നടന്നപ്പോൾ അതിലൊക്കെ വിരലിലെണ്ണാവുന്ന ഒഴിവുകളേ ഉള്ളൂ. പക്ഷെ അതിലും ആരെങ്കിലുമൊക്കെ ആയിട്ട് കയറുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ നമുക്കും കയറാൻ കഴിയത്തില്ലേ? ഇപ്പോൾ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ കോച്ചിങ് ഞാൻ നടത്തിയിരുന്നു. അതിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള നിരവധി റാങ്കുകൾ നമ്മുടെ കുട്ടികൾക്കാണ്. അതിൽ 1, 4 റാങ്കുകൾ, തുടക്കത്തിലുള്ള റാങ്കുകൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കാണ് ഉണ്ടായത്. അപ്പൊ അതിലാകെ ചെറിയൊരു ലിസ്റ്റാണ്, 4 പേർക്ക് നിയമനം കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മള് ഈ പഠിക്കാനായിട്ട് നമ്മുടെ ആഗ്രഹം വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവുകളുടെ എണ്ണത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട. അതുപോലെയുള്ള ആ 4 പേരിൽ ഒരാളാകാൻ നമുക്കും കഴിയും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ എനിക്കത് കഴിയത്തില്ല, ഒരു വേക്കൻസിയേ ഉള്ളൂ, അങ്ങനെ ഒരു തീരുമാനം കൊണ്ട് നമ്മൾ എവിടെയും എത്തത്തില്ല. മനസ്സിലായി? അതേപോലെ തന്നെ ഇപ്പോൾ CDPO സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ഫസ്റ്റ് റാങ്ക് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾക്കാണ്. അപ്പൊ ഇതെല്ലാം പറയുന്നത് ഇത് ഞാൻ ആനയാണ് ചേനയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. ഇത് പറയുന്നത് ആ നിസാര ഒഴിവുകളെ ഉള്ളൂ എങ്കിൽ പോലും കുട്ടികൾ പഠിച്ച് റാങ്കിൽ എത്തുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ കഷ്ടപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതല്ലാതെ ഏതെങ്കിലും ഒരു സർഫസ് ലെവലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പഠിച്ച് അത് ഇനിയുള്ള കാലം നടക്കത്തില്ല. മുമ്പൊക്കെ അങ്ങനെ നമുക്ക് ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ എക്സാമിന് 2 മാസം ഉള്ളപ്പോൾ ഇരുന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി അധികം കുത്തിയിരുന്നൊന്നും പഠനം നടത്താതെയൊക്കെ ഉള്ള ഒരു രീതി മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു രീതി വെച്ചിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള വ്യാമോഹങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ അത് നിർത്തിയേക്ക്. വെറുതെ ആ സമയം വെറുതെ കളയേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം ഒരു തീരുമാനം എടുക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് തയ്യാറാകണം. കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ ഒന്നും ഒരു പരിപാടിയും നടക്കത്തില്ല. അതാണ് ഞാൻ പറയുന്നത്, വിജയം എന്ന് പറയുന്നത് എളുപ്പത്തിൽ നേടാൻ പറ്റുന്ന ഒന്നല്ല. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പഠനത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 1 month ക്ലാസ്, അത് ഫ്രീ ക്ലാസ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന രീതിയിൽ ആ ക്ലാസ്, അപ്പോൾ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നമ്മളുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇനിയുള്ള കാലം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുള്ള പരിശീലനം നമ്മളെ കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇന്നത്തെ PSC മാതൃകയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം, എനിക്കിപ്പോൾ ഒരു അനുഭവം
ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ICDS സൂപ്പർവൈസറുടെ ആയാലും അതേപോലെ പ്രൊബേഷൻ ഓഫീസറുടെ ആയാലും ക്വസ്റ്റ്യൻ പേപ്പർ ഈ പ്രൊബേഷൻ ഓഫീസറുടെയിൽ ഈ നടന്ന പരീക്ഷയിൽ ഏകദേശം 61 ക്വസ്റ്റ്യൻസ് ഞാൻ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചു വന്നു എന്നുള്ളതാണ്. അത് നമ്മളുടെ ആ BAJ അക്കാഡമിക്സിൽ ഏതെങ്കിലും ഒരു കുട്ടിയോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ മുഖവിലൊക്കെ എടുക്കണ്ട, ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടായി എന്നുള്ളത് അറിയാൻ കഴിയും. മനസ്സിലായി? ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തോ നിങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് ഞാൻ പറഞ്ഞാലും അത് നിങ്ങൾ, ഞാനെന്നല്ല ഏത് കോച്ചിങ് സ്ഥാപനത്തിലുള്ള ആള് എന്ത് കാര്യം പറഞ്ഞാലും അത് തൊണ്ട തൊടാതെ വിഴുങ്ങാതെ നേരെ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചിട്ടുള്ള യാഥാർത്ഥ്യം അറിയണം. ഇപ്പൊ ഞാൻ പറയുന്നതാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് ശരിയാണോ ഈ പറയുന്നത് എന്നുള്ളത് അറിയേണ്ടത് ഉദ്യോഗാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. അതായത് ഇപ്പോൾ പറഞ്ഞു ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഫസ്റ്റ് റാങ്ക് BAJ അക്കാദമിക്കായിരുന്നു, ശരിയാണോ അതറിയണം. അതേപോലെ CDPOയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി, അത് ശരിയാണോ അതറിയണം. ST വിഭാഗത്തിന്റെ ഫസ്റ്റ് റാങ്ക് ആണ് കേട്ടോ പറഞ്ഞത്. CDPOയുടെ മെയിൻ ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ഒന്നും കിട്ടിയിട്ടില്ല. അതിൽ ഈ പറയുന്ന രീതിയിൽ 10ാമത്തെ റാങ്ക് 9 റാങ്ക് തുടങ്ങി ഉള്ള കുട്ടികൾ നമ്മുടെ കുട്ടികളാണ്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ നിജസ്ഥിതി നിങ്ങൾ അറിയണം. അപ്പൊ ഇവരെല്ലാം ഇത് നേടിയെടുത്തത് കഷ്ടപ്പെട്ട് തന്നെയാണ്, വളരെയേറെ കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ, അത് ഇന്നത്തെ ആ മാതൃകയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പോൾ 61 ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ വന്നെങ്കിൽ എത്ര മാർക്ക് ആ ഒരു കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്കുക. കുത്തിയിരുന്ന് പഠിച്ച നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് കരുതി പഠിക്കുന്നവർക്ക് ആ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും എത്തിപ്പെടാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നത് കൂടാതെ തന്നെ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഒരു തീരുമാനങ്ങളിൽ എത്താനായിട്ട്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ 1 മന്ത്, ഈ 1 മന്ത് കൊണ്ട് ഇത്രയും വലിയൊരു സിലബസ് ഒന്നും നമുക്ക് കവർ ചെയ്ത് തീർക്കാനൊന്നും കഴിയത്തില്ല. ഈ 1 മന്ത് ഉദ്ദേശിച്ചത് ഇതാണ്. അതായത് നമ്മൾ 1 മന്ത് ക്ലാസ്, എൻ്റെ ക്ലാസ് എടുക്കുന്നു, അതേപോലെ നോട്ടുകൾ തരുന്നു, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ കാണിക്കുന്നു. അതിനുശേഷം അതിൽ താല്പര്യമുള്ളവർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പെയ്ഡ് ബാച്ച് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ പേയ്മെൻ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ പരമാവധി കുട്ടികൾ അതിൽ വന്ന് ആഡ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുണ്ട് എങ്കിൽ നമുക്ക് ഫീസ് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ ഇന്ന് ഒരു ക്ലാസ്സാണ്, പിന്നെ അടുത്ത ക്ലാസ് അടുത്ത ആഴ്ചയിൽ ഏതൊക്കെ ദിവസമാണ് എന്നുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ എന്തായാലും അറിയിക്കാം. നോട്ടുകളും അതേപോലെ തന്നെ നമ്മളുടെ കുറച്ച് എടുത്തതിന് ശേഷം ഒരു 4 ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പറും ആ എടുത്ത ഭാഗത്തിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസും ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാറ്റേണും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളൊരു രീതിയെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുവാണ്. സിലബസ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സിലബസ്, കഴിഞ്ഞ എക്സാം നടന്നപ്പോൾ ഉള്ള സിലബസ്, 2018 സിലബസ് നോക്കുമ്പോൾ തന്നെ അറിയാം, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ്. അതായത് ഇനി ടച്ച് ചെയ്യാൻ ഒരു മേഖലയും ഇല്ല എന്നുള്ള രീതിയിലുള്ള സിലബസാണ്. സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടാവും, ഇനിയും അതിൽ ചിലപ്പോൾ ആഡ് ചെയ്യപ്പെടാം, ചിലപ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറഞ്ഞിട്ട് വേറെ വല്ലതും ആഡ് ചെയ്യപ്പെടാം, അങ്ങനെയും സംഭവിക്കാം. അല്ലെങ്കിൽ ഉള്ളതിൻ്റെ കൂടെ പുതിയത് ആഡ് ചെയ്യപ്പെടാം. ഇപ്പോൾ ICDS സൂപ്പർവൈസറുടെയൊക്കെ പഴയ സിലബസിൽ നിന്ന് മാറ്റങ്ങൾ വന്നത് കണ്ടു. അപ്പോൾ കാലാകാലങ്ങളിൽ സിലബസ് പരിഷ്കരിക്കും. അപ്പം അതുകൊണ്ട് പഴയ സിലബസ് വെച്ച് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയത്തില്ല. സിലബസ് 2 മാസം മുമ്പ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സിലബസ് വരുന്നത്. അപ്പോൾ ആ മാറിയ സിലബസിനനുസരിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് വിചാരിച്ച് ഇപ്പോൾ നിലവിലുള്ള സിലബസിൽ ഭയങ്കര മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല, കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനി വരാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കോച്ചിങ് സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കോച്ചിങ് എന്തായാലും എക്സാമിൻ്റെ തലേ ദിവസം ഉണ്ടാകും, അല്ലാതെ നേരത്തെ കൂട്ടി കോച്ചിങ് അവസാനിപ്പിച്ചു പോകുന്ന പരിപാടിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സിലബസ് എന്തായാലും കവർ ചെയ്ത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്.
അപ്പോൾ ഇനി നിങ്ങളാണ് അത് അസസ് ചെയ്യേണ്ടത്. നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ട്, നോട്ട് എങ്ങനെയുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയുണ്ട്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ യാഥാർത്ഥ ശുദ്ധി ഉണ്ടോ എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക എന്നേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ് പോകുന്നത്. സോഷ്യൽ ലെജിസ്ലേഷൻ. സോഷ്യൽ ലെജിസ്ലേഷൻ എപ്പോഴും എല്ലാ ഇതിലും സോഷ്യൽ ലെജിസ്ലേഷൻസ് വരാറുണ്ട്. എന്താ സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are certain formal rules to control or regulate the social evils or problems are called social legislation. സോഷ്യൽ പ്രോബ്ലംസും അതേപോലെ തന്നെ സോഷ്യൽ ഈവിൾസും കൺട്രോൾ ചെയ്യുന്നതിനും അത് റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ചില ഫോർമൽ റൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ ബോഡി ഓഫ് റൂൾസ് enacted by a recognized body and operated by a community and as binding upon itself. എന്താ പറഞ്ഞത്? ഈ സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം റൂൾസ് ആണ്. ബോഡി ഓഫ് റൂൾസ്, ലെജിസ്ലേഷൻ, ബോഡി ഓഫ് റൂൾസ് ഓർ ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ സോഷ്യൽ പ്രോബ്ലത്തിനെയും അതേപോലെ തന്നെ സോഷ്യൽ ഈവിൾസിനെയൊക്കെ കട്ടയിൽ ചെയ്യുന്നതിന് വേണ്ടി, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന സംഭവമാണ് ഈ സോഷ്യൽ ലെജിസ്ലേഷൻ. അപ്പൊ ഏതൊരു സോഷ്യൽ ലെജിസ്ലേഷന്റെയും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ട് ഹാർമണി ഇൻ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. അപ്പൊ പ്രൊമോട്ട് ഹാർമണി ഇൻ കമ്മ്യൂണിറ്റി. uphold rights and protect people from injustice. വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെ ഇൻജസ്റ്റിസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ റൈറ്റുകൾ, അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് സഹായിക്കുക. uphold the right and protect people from injustice. ensure the security of the society. ഒരു സൊസൈറ്റിയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. അപ്പൊ സോഷ്യൽ ലെജിസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇപ്പോഴത്തെ പുതിയ പാറ്റേണിൽ വരുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവിൽ പെടുന്നതേത്, പെടാത്തതേത്, അല്ലെങ്കിൽ സോഷ്യൽ ലെജിസ്ലേഷനെ സംബന്ധിച്ച് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയേത്, തെറ്റേത്, 1 only, 2 only, അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ്. മനസ്സിലായോ? അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് ഓരോ പറയുന്ന ഇതിൽ ഒന്നും നമുക്ക് കളയാനില്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ നിലാവട്ടത്ത് കോഴീനെ അഴിച്ചുവിട്ട പോലെ ഇരിക്കാതെ ബുക്ക് എടുത്ത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കുറിക്കണം. അതായത് സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ പറഞ്ഞത് പ്രൊമോട്ട് ഹാർമണി ഇൻ കമ്മ്യൂണിറ്റി. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് പ്രൊമോട്ട് ഹാർമണി ഇൻ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവിൽ വരുന്നതാണ്. രണ്ടാമത് എന്താ പറഞ്ഞത്? അപ്ഹോൾഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഇൻജസ്റ്റിസ്. അപ്ഹോൾഡ് റൈറ്റ്, ജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക. അതോടൊപ്പം തന്നെ പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഇൻജസ്റ്റിസ്. ഇൻജസ്റ്റിസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ട് ഫ്രം ഇൻജസ്റ്റിസിൽ നിന്ന് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. മൂന്നാമത് പറഞ്ഞത് എന്താണ്? എൻഷുവർ ദ സെക്യൂരിറ്റി ഓഫ് ദ സൊസൈറ്റി. ഏതൊരു സൊസൈറ്റിയുടെയും സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. എൻഷുവർ ദ സെക്യൂരിറ്റി ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. മൂന്നാമത്തേത്. നാലാമത്തേത് ഇംപ്രൂവ് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ പീപ്പിൾ. ഇംപ്രൂവ് social and economic condition of the people. ജനങ്ങളുടെ സാമൂഹ്യപരമായും സാമ്പത്തികമായുള്ള കണ്ടീഷൻസ് എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക. addresses grievances. ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീവൻസസ് ഒക്കെ ഉള്ളത് എന്ത് ചെയ്യുക? അത് കുറക്കാനായിട്ട് സഹായിക്കുക. അപ്പൊ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് അതിന് വേണ്ടിയിട്ട് അതെല്ലാം
അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ ബ്രിങ് സോഷ്യൽ ഓർഡർ ത്രൂ സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോളിലൂടെ സോഷ്യൽ ഓർഡർ കൊണ്ടുവരിക. സോഷ്യൽ ഓർഡർ ഏതിലൂടെ? സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യപരമായ നിയന്ത്രണത്തിലൂടെ ഒരു സാമൂഹ്യപരമായ ഒരു ഓർഡർ കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഏതൊരു സോഷ്യൽ ലെജിസ്ലേഷന്റെയും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ്. അതായത് ഹാർമണി, കമ്മ്യൂണിറ്റിയുടെ ഹാർമണി പ്രൊമോട്ട് ചെയ്യുക, റൈറ്റ് പ്രൊട്ടക്ട് ഫ്രം ഇൻജസ്റ്റിസിൽ നിന്ന് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുക, സൊസൈറ്റിയെ എന്ത് ചെയ്യുക, സെക്യൂരിറ്റി കൊടുക്കുക ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക, എൻഷുർ ദ സെക്യൂരിറ്റി ഓഫ് ദി സൊസൈറ്റി. അതേപോലെ ഇംപ്രൂവ് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ പീപ്പിൾ. അതേപോലെ അഡ്രസ്സസ് ദ ഗ്രീവൻസസ്. ദെൻ സോഷ്യൽ ഓർഡർ എന്തിലൂടെ? ത്രൂ സോഷ്യൽ കൺട്രോൾ എന്നുള്ളതാണ്. ഡോക്ടർ ആരൻ സക്സേന ഡിഫൈൻ സോഷ്യൽ ലെജിസ്ലേഷൻ. വളരെ ഇമ്പോർട്ടന്റ്, നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് ആരുടെ ഡെഫിനിഷൻ ആയിരുന്നു എന്ന്. അപ്പൊ നോട്ട് ചെയ്യുക. ഡോക്ടർ ആരൻ സക്സേന, ഡോക്ടർ ആരൻ സക്സേന അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ സോഷ്യൽ ലെജിസ്ലേഷൻസ് ആസ് എനി ആക്ട് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓർ എ ഡിക്രീ issued by the government for the removal of certain social evils or for the improvement of social condition or with the aim of bringing about social reform. എന്താ പറഞ്ഞത്? സക്സേനയുടെ അഭിപ്രായത്തിൽ സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ആസ് എനി ആക്ട് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ഏതൊരു ആക്ടും, എനി ആക്ട് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓർ എ ഡിക്രി ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്, അല്ലെങ്കിൽ ഗവൺമെന്റ് പാസ്സാക്കുന്ന ചില ഡിക്രികൾ എന്തിനു വേണ്ടി? ഫോർ ദ റിമൂവൽ ഓഫ് സർട്ടൻ സോഷ്യൽ ഈവിൾസ്, ചില സാമൂഹ്യപരമായ ഈവിൾസ്, ദുരാചാരങ്ങൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി. ആൻഡ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ സോഷ്യൽ കണ്ടീഷൻ, അതുവഴി ജനങ്ങളുടെ സോഷ്യൽ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുകയും with the aim of bringing about social reform, social reforms bring out ചെയ്യുന്നതിനും വേണ്ടി കൊണ്ടുവരുന്ന ഏതൊരു സംഭവത്തിനെയും എന്ത് പേരിട്ട് വിളിക്കാം? സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് വിളിക്കാം. അപ്പൊ ആരാണ് ആ ഡെഫിനിഷൻ പറഞ്ഞത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആരാണ്? ഡോക്ടർ സക്സേന. ആർ എൻ സക്സേനയുടെ ഡെഫിനിഷൻ പ്രകാരം സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അത് ഒരു ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ആക്ട് ആകാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഡിഗ്രി ആകാം. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയിട്ട്? റിമൂവൽ ഓഫ് സോഷ്യൽ ഈവിൾസ് റിമൂവ് ചെയ്യുന്നതിന്, അതേപോലെ സോഷ്യൽ കണ്ടീഷൻ, ജനങ്ങളുടെ സാമൂഹ്യപരമായ അവസ്ഥ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുവഴി എന്ത് കൊണ്ടുവരുന്നു? സോഷ്യൽ റിഫോം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സക്സേന പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ സോഷ്യൽ ലെജിസ്ലേഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മേജർ കോമ്പണൻസ് ഉണ്ട്, രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഒന്ന് ഫോർമുലേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ്. ഇതിന് രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഒന്ന് ഫോർമുലേഷൻ, സെക്കൻഡ് വൺ എൻഫോഴ്സ്മെന്റ്. ഇങ്ങനെ രണ്ട് കോമ്പോണൻസ് ആണ് പ്രധാനമായിട്ടും സോഷ്യൽ ലെജിസ്ലേഷൻ ഉള്ളത്. ഫോർമുലേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ്. എന്താ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ? രൂപീകരണം. എന്താ? ഇത്തരത്തിലുള്ള ആക്ടുകൾ രൂപീകരിക്കുന്നു. ഡെമോക്രാറ്റിക് കൺട്രീസ് elected people representative propose and formulate laws in the parliament. നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, that is the formulation. എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്സാക്കിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? അതെന്ത് ചെയ്യണം? എൻഫോഴ്സ്മെന്റ്, അത് എൻഫോഴ്സ് ചെയ്യണം. മനസ്സിലായോ? എല്ലാവരിലും അത് എത്തിക്കുകയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും അതനുസരിച്ചിട്ടുള്ള ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് നടക്കാനായിട്ടുള്ള ആ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി. അപ്പോൾ ലോ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ജുഡീഷ്യറി എന്ത് ചെയ്യും? അത് എൻഫോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഏതൊരു സോഷ്യൽ ലെജിസ്ലേഷനും രണ്ട് വിങ്സ് അല്ലെങ്കിൽ രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഏതൊക്കെയാ അത്? ഒന്ന് ഫോർമുലേഷൻ, അതായത് നമ്മളുടെ ആ ലോ ഉണ്ടാക്കുക. അതെന്നിട്ട് രണ്ടാമത് എന്താണ്? അത് എൻഫോഴ്സ് ചെയ്യുക. ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് ഏതൊരു സോഷ്യൽ ലെജിസ്ലേഷനും ഉള്ളത്. അപ്പോൾ സോഷ്യൽ ലെജിസ്ലേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിന്റെ ഒബ്ജക്റ്റീവ് നമ്മൾ മനസ്സിലാക്കി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സക്സേനയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതായതുകൊണ്ടാണ് അത് മാത്രം പരാമർശിച്ചത്. അപ്പൊ അത്
സക്സൈനയുടെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. ഇനി 2 എലമെന്റ്സ് അല്ലെങ്കിൽ 2 കോമ്പണൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഏതൊരു സോഷ്യൽ ലെജിസ്ലേഷനും. ഏതൊക്കെയാണ്? ഒന്ന് ഫോർമുലേഷൻ, നമ്മൾ നിയമങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക. രണ്ടാമത് ആ ഉണ്ടാക്കിയ നിയമങ്ങൾ എന്ത് ചെയ്യുക? നടപ്പിൽ വരുത്തുക, എൻഫോഴ്സ് ചെയ്യുക, എൻഫോഴ്സ്മെന്റ്. അപ്പൊ 2 കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ ലെജിസ്ലേഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒന്നാമത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല സമയങ്ങളിലും സ്ഥാനം പിടിച്ചതാണ്. അപ്പൊ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വരുന്നു വർഷം 1961, 1961. മാച്ച് ദ ഫോളോയിങ്ങിലും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വരുന്നത്. അത് ആ ആക്ട് വന്ന് കറക്റ്റ് എനാക്ട് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് May 1, 1961 എന്നാ വരുന്നത്. May 1 May 1961, 1961 മെയ് മാസം 1 അത് എനാക്ട് ചെയ്യുന്നത്. enacted means that is formulated. നിയമം ഉണ്ടാക്കുന്നു, അതായത് പ്രസിഡന്റ് അത് ഒപ്പുവെക്കുന്നു. then came into force, അത് പ്രാബല്യത്തിൽ വരുന്നു, എൻഫോഴ്സ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 20th May 1961. അപ്പൊ came into force 20th May 1961. കണ്ടോ? ഫോർമുലേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ദ എനാക്ട്. then 20th May 1961 തുടങ്ങിയാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. 2 ഡേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പൊ നിയമങ്ങൾ ഉണ്ടാക്കിയത്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനാക്റ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ നമ്മൾ May 1, 1961. അതേസമയം കെയിം ഇൻ ടു ഫോഴ്സ് ആണെങ്കിൽ 20th May 1961 എന്നുള്ളതാണ്. അപ്പോൾ അതില് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡൗറിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതില് ഡൗറി എന്ന് പറയുന്നതിന്റെ നിർവചനം. അപ്പൊ ഇതിൽ ടോട്ടൽ 10 സെക്ഷനുകളാണുള്ളത്. ടോട്ടൽ 10 സെക്ഷൻസ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് കണ്ടെയ്ൻസ് 10 സെക്ഷൻസ്. അപ്പൊ 10 സെക്ഷനുകളാണ്. അപ്പൊ അതില് ഡൗറി എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഡൗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് സെക്ഷൻ 2 ഓഫ് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 2 ഓഫ് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇതിലാണ് ഡൗറിയെ കുറിച്ചിട്ടുള്ള നിർവചനം പറയുന്നത്. ചോദിച്ച ചോദ്യമാണ്, ഓർത്തു വെക്കുക. അത് മാത്രമല്ല നമ്മുടെ തസ്തിക വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ജയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ജുഡീഷ്യറിയുമായിട്ടൊക്കെ നല്ല ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ലെജിസ്ലേഷനുകൾക്കൊക്കെ നല്ല പ്രാധാന്യം എന്തായാലും ഉണ്ടാകും. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ഇന്റർവ്യൂ സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ സെക്ഷൻ 2 ഡൗറി പ്രൊഹിബിഷൻ ആക്ടില് ഡൗറിയെ കുറിച്ച് പറയുന്നത്. But dowry means any property or valuable security given or agreed to be given either directly or indirectly by one party to a marriage to other party to a marriage, or by parent of either party to a marriage, or by any other person to either party to the marriage, or to any other person at or before or any time after the marriage in connection with the marriage of the said parties, but does not include dower or mahar in case of a person to whom the Muslim personal law. ഒരു ചുക്കും മനസ്സിലായില്ല, പൊട്ട ബിസ്ക്കറ്റ് കണ്ട പോലെ ഇരിക്കുവാണ്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ച് ക്ലിയർ ആക്കാം. എന്താണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ സെക്ഷൻ 2 ഏത് സെക്ഷൻ ആണെന്ന് മറന്നു പോകണ്ട, സെക്ഷൻ 2. അതില് ഡൗറിയെ കുറിച്ച് പറയുന്നു. എന്താ ഡൗറിയെ കുറിച്ച് പറയുന്നത്? ഡൗറി മീൻസ് എനി പ്രോപ്പർട്ടി ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി. ഇപ്പൊ ആദ്യത്തെ പോർഷൻ നമുക്ക് അങ്ങ് എഴുതാം. എനി പ്രോപ്പർട്ടി ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി. എനി പ്രോപ്പർട്ടി ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി. അപ്പൊ ആ ഒരു പോയിന്റ് കിട്ടി. എനി പ്രോപ്പർട്ടി ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി. ഇനി എന്താ പറയുന്നത്? ഗിവൺ ഓർ എഗ്രീഡ് ടു ബി ഗിവൺ.
അത് കൊടുക്കാമെന്ന് സമ്മതിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യുന്നു. ആർക്ക് കൊടുക്കുന്നു? എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ കൊടുക്കുന്നു. ഇനി ആർക്ക് കൊടുക്കുന്നു എന്ന് അടുത്തതിൽ വ്യക്തമായിട്ട് പറയുന്നു. എന്താണ്? വൺ പാർട്ടി ടു എ മാരേജ് ടു അതർ പാർട്ടി ടു എ മാരേജ്. മാരേജിൽ ഉൾപ്പെടുന്ന ഒരു പാർട്ടി മറ്റേ പാർട്ടിക്ക് കൊടുക്കുന്നു. അതെങ്ങനെയാകാം? ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. എന്ത്? എനി പ്രോപ്പർട്ടി ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി. അത്രയും വരെ മനസ്സിലായപ്പോ. ഇനി അപ്പോ ഒന്നുകിൽ ഒരു പാർട്ടി മറ്റേ പാർട്ടിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബൈ പാരന്റ് ഓഫ് ഈതർ പാർട്ടി ടു എ മാരേജ് ടു ഓർ ബൈ എനി അതർ പേഴ്സൺ ടു ഈതർ പാർട്ടി ടു എ മാരേജ് ഓർ ടു എനി അതർ പേഴ്സൺ. അതല്ലെങ്കിൽ ആ മാരേജിൽ ഉൾപ്പെടുന്ന ഭാര്യ ഭർത്താവ് ആ പാർട്ടികളുടെ പാരന്റ്സ് ഓഫ് ദ ഈതർ പാർട്ടി, ഇതിൽ ഏതെങ്കിലും ഒരാളുടെ പാരന്റ്സ് മറ്റേ പാർട്ടിയുടെ ആളുകൾക്കോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന വേറെ ആർക്കെങ്കിലുമോ കൊടുക്കാം. എപ്പോ കൊടുക്കാം എന്ന് അടുത്തത് പറയുന്നു. അറ്റ് ഓർ ബിഫോർ ഓർ എനി ടൈം ആഫ്റ്റർ ദ മാരേജ്. ഏതാ 3 സമയങ്ങൾ പറയുന്നു. അറ്റ്, ബിഫോർ, ആഫ്റ്റർ, എനി ടൈം ആഫ്റ്റർ മാരേജ്. ഈ 3 സമയങ്ങളിൽ ഒന്നുകിൽ ആ വിവാഹ സമയത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിനു മുമ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ആഫ്റ്റർ ദ മാരേജ്, മാരേജിന് ശേഷം കൊടുക്കാം. എന്നിട്ട് എന്താ പറയുന്നത്? അതെങ്ങനെ ആ കൊടുക്കുന്ന സംഭവം? ഇൻ കണക്ഷൻ വിത്ത് ദ മാരേജ്. എന്തുമായിട്ട് ബന്ധം ഉണ്ടാകണം? ആ മാരേജുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. ആ മാരേജുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് കൊടുക്കണം. അതായത് ആ മാരേജുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. അല്ലാതെ ഇപ്പൊ വെറുതെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു, അത് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് മാരേജുമായിട്ട് കണക്ഷൻ ഇല്ലാത്തൊരു സാധനമാണെന്നുണ്ടെങ്കിൽ അതെന്താകത്തില്ല, അത് ഡൗറി ആകത്തില്ല. അപ്പൊ ഇൻ കണക്ഷൻ വിത്ത് മാരേജ്, മാരേജുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. പിന്നെ എന്താ പറയുന്നത്? ഇൻ കണക്ഷൻ വിത്ത് മാരേജ് ഓഫ് ദ പാർട്ടീസ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡൗറി എന്ന് പറയുന്ന വിഭാഗത്തിൽ വരാത്തതേത്? പല ക്വസ്റ്റ്യൻ പേപ്പറിലും സ്ഥാനം പിടിച്ചതാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത്. ഡസ് നോട്ട് ഇൻക്ലൂഡ്, അതിൽ വരില്ല കേട്ടോ. എന്താണ് വരാത്തത്? ഡവർ ഓർ മഹർ ഇൻ കേസ് ഓഫ് എ പേഴ്സൺ ടു ഹൂം ദ മുസ്ലിം പേഴ്സണൽ ലോ. മുസ്ലിം വ്യക്തി നിയമപ്രകാരം പറയപ്പെടുന്ന മഹർ അഥവാ ഡൗർ എന്ന് പറയുന്ന സാധനം ഈ ഡൗറിയുടെ പരിഗണനയിൽ വരത്തില്ല. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയില് ഡൗറിയിൽ പെടാത്തതേത് എന്ന് ക്വസ്റ്റ്യൻ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് മഹർ ഇൻ കേസ് ഓഫ് എ പേഴ്സൺ ടു ഹൂം ദ മുസ്ലിം പേഴ്സണൽ ലോ അപ്ലൈഡ്. മുസ്ലിം വ്യക്തി നിയമപ്രകാരം പറയുന്ന മഹർ കൊടുക്കുന്നു എന്ന് പറയുന്ന സംഭവം. അപ്പൊ അതെന്താണ്? അത് ഡൗറിയുടെ വിഭാഗത്തിൽ വരത്തില്ല. അപ്പൊ എക്സെപ്ഷൻ പറയുന്നത് നോട്ട് ഇൻക്ലൂഡ് ഡവർ ഓർ മഹർ. മുസ്ലിം വ്യക്തി നിയമപ്രകാരമുള്ള മഹർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡൗർ എന്തിൽ വരത്തില്ല? ഇതില് ഈ നമ്മളുടെ ഡൗറി എന്ന് പറയുന്നതിൽ വരത്തില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഒന്നുകൂടി ഒന്ന് പറയാം. സെക്ഷൻ 2 ഡൗറിയെ കുറിച്ച് വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്നത്. പഠിച്ചോ? സെക്ഷൻ 2 ഓഫ് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ പറയുന്നു. എന്താണ് ഡൗറിയെ കുറിച്ച് പറയുന്നത്? എന്താ പറയുന്നത്? എനി പ്രോപ്പർട്ടി ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി. ഏതൊരു വസ്തുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂല്യമുള്ള വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയോ ഡൗറി ആകാം. ഇത് എന്ത് ചെയ്യണം? അത് ബൈ വൺ പാർട്ടി ടു എ മാരേജ് ടു അതർ പാർട്ടി. മാരേജിൽ പങ്കെടുക്കുന്ന ഒരു പാർട്ടി മറ്റു പാർട്ടിക്ക് കൊടുക്കുവാണ്. അല്ലെങ്കിൽ പാരന്റ് ഓഫ് ദ ഈതർ പാർട്ടി ടു അതർ പാർട്ടി, പാരന്റ് ഓഫ് ദ ഈതർ പാർട്ടി ഓർ എനി അതർ പേഴ്സൺ. പക്ഷെ ഇവിടെ പറയുന്നത് ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. അത് മാരേജുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം കേട്ടോ. അത് ഏത് സമയത്ത്? ഒന്നുകിൽ അറ്റ് ദ ടൈം ഓഫ് ദ മാരേജ് ഓർ ബിഫോർ ദ മാരേജ്. മാരേജിന് മുമ്പ് കൊടുക്കുക. മനസ്സിലായോ? മാരേജിന് മുമ്പ് ഇത്ര ഡൗറി കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ മാരേജിന്റെ സമയത്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആഫ്റ്റർ ദ മാരേജ്, മാരേജ് കഴിഞ്ഞതിന് ശേഷം ആ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നു. അതെല്ലാം എന്താണ്? അതെല്ലാം ഡൗറിയാണ്. പക്ഷേ അതിലെന്ത് വരത്തില്ല? ഡസ് നോട്ട് ഇൻക്ലൂഡ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ത് വരത്തില്ല? മുസ്ലിം വ്യക്തി നിയമപ്രകാരം പറയുന്ന
ഡവർ ഓർ മഹർ എന്ന് പറയുന്നത് ഡൗറി പ്രോഹിബിഷൻ ആക്ട് പ്രകാരം പറയുന്ന സെക്ഷൻ 2 പ്രകാരം പറയുന്ന ഡൗറിയിൽ വരത്തില്ല. അപ്പൊ അത് പഠിച്ചു. അപ്പോ ഇറ്റ് ഈസ് എയ്തർ ക്യാഷ് ഓർ ജ്വല്ലറി or valuables given at the time or before or after the marriage to one party to other parties to the marriage. അത് ആഭരണങ്ങളാകാം, ക്യാഷ് ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂബിൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടി കൊടുക്കുന്നതാകാം, അങ്ങനെയൊക്കെയുള്ള എന്തു വേണമെങ്കിലും ആകാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് എന്തുമായിട്ട് ബന്ധപ്പെടണം? ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കുക, അത് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ഇനിയുള്ള എക്സാമുകളിലെല്ലാം നമ്മൾ പഠിക്കേണ്ടത് അതാണ്. നമ്മൾ ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് വരെയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് എ ബിക്ക് ഇത് ഇന്ന ഒരു സംഭവം കൊടുക്കുന്നു, അപ്പോൾ അത് ഇന്ന സമയത്താണ് അത് കൊടുത്തത്, അത് ഡൗറി ആകുമോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ഈ അടുത്ത കാലത്ത് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അപ്പൊ നമ്മൾ ആ എക്സാമ്പിള് നമ്മളിത് മനസ്സിലാക്കിയിരുന്നാലാണ് ആ എക്സാമ്പിൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറി. സെക്ഷൻ 2 പറയുന്നു അതിൽ എന്ത് സംഭവവും വരാം, ആഭരണമോ വേറെ ഏതെങ്കിലും വാല്യൂബിൾസോ പ്രോപ്പർട്ടി എന്ത് വേണമെങ്കിലും വരാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് അത് കൊടുക്കുന്ന സമയം ഒന്നില്ലെങ്കിൽ ആ മാരേജിന്റെ സമയത്തോ അല്ലെങ്കിൽ ബിഫോർ ദ മാരേജ് ഓർ ആഫ്റ്റർ ദ മാരേജ് ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. ആ ടേം ഓർത്തു വെക്കുക. അതോടൊപ്പം തന്നെ അതിൽ ഉൾപ്പെടാത്തത് ഓർത്തു വെക്കുക. ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡവർ ഓർ മഹർ എന്ന മുസ്ലിം പേഴ്സണൽ ലോ. ഓക്കെ, ഇനി ഇത് ഒഫൻസ് ആണ് എന്ന് പറയുന്നത് ഏതു വകുപ്പാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 3 ഓഫ് ദ ഡൗറി പ്രോഹിബിഷൻ ആക്ടിലാണ് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഒഫൻസ് ബോത്ത് ടേക്ക് ഡൗറി ആൻഡ് ഗീവ് ഡൗറി. ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമാണ് എന്ന് പറയുന്നത് സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 ഇറ്റ് ഇസ് ആൻ ഒഫൻസ്. ഡൗറി കൊടുക്കുന്നത് ഇറ്റ് ഈസ് ആൻ ഒഫൻസ് to both take dowry and give dowry എന്നുള്ളതാണ് പറയുന്നത്. 3ാമത്തെ സെക്ഷനിലാണ് പറയുന്നത്. അപ്പൊ അത് ഓർത്തു വെക്കുക. ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഫൻസ് ആക്കിയിരിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? ഡൗറി പ്രോഹിബിഷൻ ആക്ടിലെ സെക്ഷൻ 3 പ്രകാരമാണ് അത് ഒഫൻസ് ആക്കിയിരിക്കുന്നത്. ഒഫൻസ് ആക്കുമ്പോൾ നമുക്കറിയാം അതിന് പണിഷ്മെന്റ് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് പണിഷ്മെന്റും കൃത്യമായിട്ട് ഓർക്കണം. അപ്പോ അക്കോർഡിംഗ് ടു സെക്ഷൻ 3, if any person after the commencement of this act give or takes abets the giving or taking of dowry shall be punished with an imprisonment for a term not less than 5 years and with a fine which shall not be less than 15,000 rupees or the amount of the value of the dowry whichever is more. അപ്പൊ എന്താ പറഞ്ഞത്? ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ് സെക്ഷൻ 3 പ്രകാരം. ഓക്കെ, അതനുസരിച്ചിട്ട് പെനാൽറ്റി വരുന്നു. എന്താ പെനാൽറ്റി പറയുന്നത്? ഇഫ് എനി പേഴ്സൺ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ഈ ആക്ട് വന്നതിന് ശേഷം ആരെങ്കിലും ഇത്തരത്തിൽ ഡൗറി കൊടുത്തു കഴിഞ്ഞാൽ ഗീവ്സ് ഓർ ടേക്സ് കൊടുക്കുകയോ വാങ്ങുകയോ ഓർ അബെറ്റ്സ് പ്രേരിപ്പിക്കുകയോ ചെയ്താലും കുറ്റമാണ്. അബെറ്റ് ഗിവിംഗ് ഓർ ടേക്കിംഗ് ഡൗറി shall be punished with imprisonment for a term not less than 5 years. 5 വർഷത്തിൽ കുറയാത്ത ഇംപ്രിസൺമെന്റ്. അപ്പൊ പറയുന്നത് 5 years ഇംപ്രിസൺമെന്റ്, മിനിമം 5 years ഇംപ്രിസൺമെന്റ്, 5 വർഷത്തെ തടവാണ് പറയുന്നത് മിനിമം. which shall not be less than 5 years. അത് മാത്രമാണോ? with fine which shall not be less than 50,000 കുറയാത്ത ഫൈൻ, rupees 15,000 15,000 രൂപ മിനിമം ഫൈൻ വരും. അതല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ദ വാല്യൂ ഓഫ് ദ ഡൗറി, ആ ഡൗറിയുടെ വാല്യൂ എത്രയാണോ whichever is more, ഏതാണോ കൂടുതൽ അതാണ് ഫൈനായിട്ട് വരുന്നത്. അതായത് ഇപ്പോൾ ആ ഡൗറിയുടെ മൂല്യം ഇതിനേലും കൂടുതൽ ഉണ്ടെങ്കിൽ ആ കൂടിയ എമൗണ്ട് ആണ് വരുന്നത്. ഇപ്പൊ മിനിമം 15,000 രൂപ വരും വാല്യൂ. ഇപ്പോ അതിന്റെ വാല്യൂ കുറവാണെന്ന് വിചാരിക്കും. ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഡൗറി 10,000 രൂപയാണെങ്കിൽ മിനിമം 15,000 രൂപ വരും.
മനസ്സിലായി. ഇനി അത് കൂടുതലാണെങ്കിൽ ഇപ്പോൾ 1,00,000 രൂപയാണ് ആ കൊടുത്തതിന്റെ വാല്യൂ വരുന്നതെങ്കിൽ അതാണ് ഫൈനായിട്ട് വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ സെക്ഷൻ 3 ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി ഇസ് ആൻ ഒഫൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 3. ആ ഒഫൻസ് പ്രകാരമുള്ള പണിഷ്മെന്റ് നമ്മൾ പഠിച്ചു. എന്താണ് ആ പണിഷ്മെന്റ്? 5 years ഇംപ്രിസൺമെന്റ്. മിനിമം ഇംപ്രിസൺമെന്റ് ആണ് 5 years എന്ന് പറയുന്നത്. മനസ്സിലായോ? 5 yearsൽ കൂടുതൽ ഇംപ്രിസൺമെന്റ് വരുമോ എന്ന് ചോദിച്ചാൽ വരും. ഇത് മിനിമം ആണ് പറഞ്ഞത്, നോട്ട് ലെസ് ദാൻ. 5 വർഷത്തിൽ കുറയാൻ പാടില്ല. മിനിമം 5 വർഷം. പിന്നെ ഫൈൻ മിനിമം 15,000 മിനിമം ആണ് പറയുന്നത്. അതല്ലെങ്കിൽ ആ വാല്യൂ ഓഫ് ദി ഡൗറി വിച്ച് എവർ ഈസ് മോർ, ആ ഡൗറിയുടെ മൂല്യം ഏതാണോ കൂടുതൽ അതാണ് വരുന്നത് എന്നുള്ളതാണ്. ഇനി ഇത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ഇനി ഡിമാൻഡ് ഡൗറി, പെനാൽറ്റി ഫോർ ഡിമാൻഡിങ് ഡൗറി. ഡൗറി ഡിമാൻഡ് ചെയ്യുവാണ് എങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 4 ആണ്. ഡിമാൻഡിങ് ഡൗറി, സെക്ഷൻ 4 നമ്മൾ പഠിച്ചു. ഇതെല്ലാം കണക്റ്റഡ് ആണ്. മനസ്സിലായോ? ഇത് എല്ലാം ഇപ്പൊ നമ്മൾ ഒരു ആക്ട് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്കാവും. നാളെ വേറൊരു ആക്ട് പഠിക്കുമ്പോഴാണ് അയ്യോ ഈ സെക്ഷനും ആ സെക്ഷനും ജോസഫേട്ടൻ ദാസപ്പേട്ടൻ അപ്പൊ ഞാൻ ആരാ എന്നുള്ളൊരു തോന്നൽ വരുന്നത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും അത് അടിവരയിട്ട് ഓർത്തു വെക്കാനായുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം. ഇതെല്ലാം എന്നേക്കും വേണ്ട ആക്ടുകളാണ്. നമ്മൾ ഏത് എക്സാം എടുത്താലും നമുക്ക് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലേക്ക് നമ്മൾ കടത്തി വിട്ടാൽ നമുക്ക് എന്നും അത് ഉപകാരപ്പെടും എന്നുള്ളതും ഓർത്തു വെക്കുക. ഇന്റർവ്യൂ മേഖലകളിലാണെങ്കിലും നമുക്ക് അല്ലാത്ത രീതിയിലൊക്കെ ആണെങ്കിലും ഉപകാരപ്പെടും. അപ്പോ നോക്കുക, എന്താ പറഞ്ഞ സെക്ഷൻ 3 പറയുന്നത് ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി, കൊടുക്കുക വാങ്ങുക. ഇത് ഡിമാൻഡിങ് ഡൗറി. ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ക്ഷമയോടുകൂടി വായിച്ചിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ഡിമാൻഡിങ് ഡൗറി ആണെങ്കിൽ സെക്ഷൻ 4 പറയുന്നത്. അപ്പൊ അതിലെന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു സെക്ഷൻ 4, ഇഫ് എനി പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിമാൻഡ്സ് ഡൗറി ഫ്രം പാരന്റ്സ്, relatives or guardians of the bride shall be punished with imprisonment of not less than 6 months and shall extend to 2 years and with a fine which extend to 10,000 rupees. Okay, അപ്പൊ എന്താ പറയുന്നത്? ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗറി, ഇഫ് എനി പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിമാൻഡ് ഡൗറി, ഡൗറി ആരെങ്കിലും ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരിൽ നിന്ന്? ഫ്രം ദ പാരന്റ്സ്, റിലേറ്റീവ്സ് ഓർ ഗാർഡിയൻസ് ഓഫ് ദ ബ്രൈഡ്. ബ്രൈഡിന്റെ ഗാർഡിയൻസിൽ നിന്നോ റിലേറ്റീവിൽ നിന്നോ പാരന്റ്സിൽ നിന്നോ ആരെങ്കിലും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡൗറി ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷാൽ ബി പണിഷ്ഡ്. അവര് പണിഷ്മെന്റിന് അർഹരാണ്. അവിടെ ഇംപ്രിസൺമെന്റ് വരുന്നത് നോട്ട് ലെസ് ദാൻ 6 months, 6 മാസത്തിൽ കുറയാത്ത മിനിമം പണിഷ്മെന്റ് വരുന്നത് 6 months ഇംപ്രിസൺമെന്റ് ആണ്. ഗീവ് ആൻഡ് ടേക്ക് ഡൗറി അത് 5 വർഷം. ഇത് ഡിമാൻഡ് ചെയ്താൽ 6 മാസം മിനിമം, നോട്ട് ലെസ് ദാൻ 6 months. ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 months ഉണ്ടാകും. ചോദിച്ച ചോദ്യമാണ്. ഡിമാൻഡ് ഡൗറിയുടെ പണിഷ്മെന്റ് അത് 3 months എന്നുണ്ടായിരുന്നു, ഓപ്ഷനിൽ 9 months ഉണ്ടായിരുന്നു, 2 എന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഷാൽ നോട്ട് ലെസ് ദാൻ 6 months. അപ്പൊ 6 monthsൽ കുറയാൻ പാടില്ല എന്നുള്ളതാണ്. വിച്ച് ഷാൽ എക്സ്റ്റെൻഡ് ടു, മാക്സിമം എത്രയാണെന്ന് ചോദിച്ചാൽ വടിപിടിങ്ങിയ പോലെ ഇരിക്കുന്നത്. മാക്സിമം വരുന്നത് 2 years. അപ്പോ മിനിമം പണിഷ്മെന്റ് 6 months. ഡൗറി ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 6 months, മാക്സിമം 2 years. മാക്സിമം 2 years, മറന്നു പോകരുത്. പിന്നെ അത് മാത്രമാണ് പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഉണ്ടോ? പണിഷ്മെന്റ് സെക്ഷൻ 4 ഇത് രണ്ടും പറയുന്നേ. 4 പറയുന്നേ. മനസ്സിലായോ? അപ്പൊ സെക്ഷൻ 4 അടുത്ത ലിംബായിട്ട്, അതായത് നമുക്ക് A, B എന്ന് പറയുന്ന ലിംബുകൾ ഉണ്ടാവുമല്ലോ കുട്ടി. മനസ്സിലായി? ഡിമാൻഡ് ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിൽ പണിഷ്മെന്റ് പറയുന്നതാണ് ഈ പറയുന്നത്. 6 months പണിഷ്മെന്റ് പറയുന്നു മിനിമം. അത് എക്സ്റ്റെൻഡ് ടു 2 years എന്ന് പറയുന്നു, 2 വർഷം. പ്ലസ് അത് മാത്രമല്ല പിന്നെ എന്താണ്? ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10,000 rupees. ഫൈൻ പറയുന്നു 10,000 രൂപ ഫൈൻ. rupees 10,000 ഫൈൻ പറയുന്നു. അപ്പൊ ഏതിലാണ്?
നമ്മുടെ സെക്ഷൻ 4. അപ്പൊ സെക്ഷൻ 4 ആണ് ഡൗറി ഡിമാൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. അതിന്റെ പണിഷ്മെന്റും അതിൽ വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്നു. അപ്പൊ ആരെങ്കിലും ഒരാൾ ഇഫ് എനി പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ, നേരിട്ട് ചോദിക്കണമെന്നില്ല, വേറൊരാളെ വിട്ടിട്ട് ചോദിക്കുവാണ് ഇത്ര ഡൗറി വേണം എന്ന് പറഞ്ഞാൽ, ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരിൽ നിന്ന്? ദ പാരന്റ്സ്, റിലേറ്റീവ് ഓർ ഗാർഡിയൻ ഓഫ് ദ ബ്രൈഡ്, then he shall be punished with an imprisonment not less than 6 months. അപ്പൊ മിനിമം 6 മാസം, ഡിമാൻഡിൽ 6 മാസം, ടേക്കിംഗ് ആൻഡ് ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി ആണെങ്കിൽ മിനിമം 5 ഇയർ. രണ്ടും മറന്നു പോകരുത്. മാക്സിമം ഡിമാൻഡിങ് ഡൗറി വരുമ്പോൾ 2 ഇയർ ആണ് എന്നുള്ളതും മറന്നു പോകരുത്. അതിന്റെ ഫൈൻ 10,000 rupees, 10,000 രൂപ ഫൈനാണ് അതിൽ വരുന്നത്. അപ്പൊ അതും നമ്മൾ ഓർത്തു വെക്കുക. ഇനി ഇതില് കോഗ്നിസൻസ് എടുക്കുന്നത്, ഈ ഒഫൻസിൽ ഏത് കോടതിക്കാണ് അധികാരം? വിച്ച് കോർട്ട് ഹാസ് എ ജൂറിസ്ഡിക്ഷൻസ് ടു ട്രൈ ദ ഒഫൻസ്? അതും ചോദിച്ച ചോദ്യമാണ്. ഏത് കോടതിക്കാണ് ഇതിൽ അധികാരപരിധി എന്ന് കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നത് സെക്ഷൻ 7, 7ാമത്തെ വകുപ്പിലാണ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ്. ആ ഒഫൻസിൽ കോഗ്നിസൻസ് എടുക്കുന്നു. കോഗ്നിസൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ കേസ് എടുക്കുക എന്നർത്ഥം. അപ്പോ എ ജഡ്ജ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഷാൽ ട്രൈ ദ ഒഫൻസ് അണ്ടർ ദിസ് ആക്ട്. അപ്പൊ ഈ ആക്ട് പ്രകാരമുള്ള കോമ്പിറ്റന്റ് അതോറിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, JFCM1, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. ചിലപ്പോൾ JFCM1 ആയിരിക്കും. അപ്പൊ വടി വിഴുങ്ങിയ പോലെ ഇരിക്കരുത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് 1 ഓർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. അപ്പൊ എന്താ പറയുന്നത്? ആക്ടിൽ പറയുന്നത് എ ജഡ്ജ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. ഈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനായിരിക്കണം. മനസ്സിലായോ? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ണും കാതും ഒക്കെ നമ്മൾ വിഴിച്ചു നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. നോട്ടെന്ന് കണ്ടില്ലെങ്കിൽ നമ്മളത് പെട്ടെന്ന് തന്നെ അയ്യോ, ഇപ്പോൾ ജഡ്ജ് ബിലോ ദ റാങ്ക് ഓഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. അടുത്ത ഓപ്ഷൻ ജഡ്ജ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. വേഗം തന്നെ ആവേശത്തോടു കൂടി ഓടിച്ചെന്നിട്ട് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ജഡ്ജ് ബിലോ ദ റാങ്ക് ഓഫ്. തെറ്റി. ജഡ്ജ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്നാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് റാങ്കിലോ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം. നോട്ട് ബിലോ എന്നാണ് പറയുന്നത്. അപ്പൊ മിനിമം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആയിരിക്കണം. അതിൽ താഴാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നോട്ട് ചെയ്യുക. അപ്പോ അതില് ആ കോടതിക്കാണ് അധികാരം. നമ്മുടെ ഫാമിലി കോർട്ട് ആക്ട് 1984, ഫാമിലി കോർട്ട് ആക്ട് 1984 വന്നു കഴിഞ്ഞപ്പോ ഫാമിലി കോർട്ടുകള് ഇതുമായി ഇപ്പൊ ഡൗറി ഡെത്ത് പോലുള്ള കേസുകള് സെഷൻസ് കോടതികൾ കൈകാര്യം ചെയ്യണം. ബാക്കിയുള്ള കേസുകളൊക്കെ ഈ പറയുന്ന ഫാമിലി കോർട്ട് കൈകാര്യം ചെയ്യണം എന്നുള്ളതും വന്നിട്ടുണ്ട്. പക്ഷെ ആക്ടിൽ കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് ഓർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. പിന്നെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഫാമിലി കോർട്ട് 1984 വന്നപ്പോൾ ഫാമിലി കോർട്ടിന് അധികാരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആക്ടില് കൃത്യമായിട്ട് പറയുന്നത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് റാങ്കിൽ കുറയാത്ത ഒരു ജഡ്ജ് ആയിരിക്കുക എന്നുള്ളത്. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്. അപ്പൊ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നത് ഇതാണ്. മനസ്സിലായോ? അതായത് ആക്ട് പറയുന്ന അതേപോലെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി വഴിതെറ്റിയെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി കോർട്ട് ആക്ട് 1984 പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന ഏത് കോടതിക്കാണ് അധികാരം? അപ്പൊ ഫാമിലി കോർട്ടാണ് എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോ the court shall take cognizance of an offense only on the report by the victim or the parents or relatives of the victim, police report or its own knowledge of the fact of the offense or by any recognized welfare institution or organization. അപ്പൊ കോടതി
കേസ് എടുക്കണമെങ്കിൽ ടേക്ക് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ്, ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ കോഗ്നിസൻസ് എടുക്കുന്നു, അതായത് കോഗ്നിസൻസ് എന്ന് വെച്ചാൽ കേസ് എടുക്കുന്നു, അങ്ങനെ ഓർക്കുക. അപ്പോൾ കോർട്ട് ഷാൽ ടേക്ക് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് ഓൺലി ഓൺ ദ റിപ്പോർട്ട് ബൈ ദ വിക്ടിം, വിക്ടിമിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ ദ പാരന്റ്സ് ഓർ റിലേറ്റീവ്സ് ഓഫ് ദ വിക്ടിം, ആ വിക്ടിമിന്റെ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ, ഓർ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ, ഓർ ഇസ് ഓൺ നോളജ് ഓഫ് ദി ഫാക്ട് ഓഫ് ഈ ഒഫൻസിനെ കുറിച്ചിട്ടുള്ള നേരിട്ട് അറിവ്, ആ ജഡ്ജിയുടെ ദൃഷ്ടിയിൽ വന്ന പരിഗണനയിൽ വന്ന അറിവിന്റെ അടിസ്ഥാനത്തിലോ, ഓർ ബൈ എനി റെക്കഗ്നൈസ്ഡ് സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃതമായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് കോടതി കേസ് എടുക്കുന്നത്. അപ്പൊ കോടതി, ഏത് കോടതിക്ക് അധികാരം? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് ഓർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, അതാണ് മിനിമം പറയുന്നത്, നോട്ട് ബിലോ, അതിൽ താഴാൻ പാടില്ല. അപ്പൊ കോടതി കേസ് എടുക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുക്കുന്നത്? ഓൺലി ഓൺ ദ റിപ്പോർട്ട് ബൈ ദ വിക്ടിം, ഒന്നുകിൽ ആ വിക്ടിമിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ആ വിക്ടിമിന്റെ പാരന്റ്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, പാരന്റ്സ് ഓർ റിലേറ്റീവ്സ് ഓഫ് ദ വിക്ടിം അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിലോ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിലോ ഈ കോടതിക്ക് തന്നെ ഡയറക്റ്റ് നോളജ്, ഇറ്റ്സ് ഓൺ നോളജിന്റെ അടിസ്ഥാനത്തിലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, റെക്കഗ്നൈസ്ഡ് സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഏതെങ്കിലും ഒരു സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി കേസ് എടുക്കുന്നത്. ഏത് കോടതി? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു റെക്കഗ്നൈസ്ഡ് സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കഗ്നൈസ്ഡ് സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ recognized in this behalf by the central or state government, സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അംഗീകരിച്ചിട്ടുള്ള, മനസ്സിലായി, അങ്ങനെയുള്ള സോഷ്യൽ വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിനോ എന്ത് ചെയ്യാം? കേസിന്റെ കോഗ്നിസൻസ് എടുക്കാം, ഇതിന്റെ അണ്ടറിൽ കേസ് എടുക്കാം എന്നുള്ളതാണ്. അപ്പൊ കോഗ്നിസൻസ് ഓഫ് ദി ഒഫൻസ് നമ്മൾ പഠിച്ചു. ഇനി ഈ ഒഫൻസിന്റെ സ്വഭാവം എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. ഒഫൻസിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. എന്താണ് ഒഫൻസിന്റെ സ്വഭാവം? കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ, നോൺ കോമ്പൗണ്ടബിൾ. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ്. എന്താ പറഞ്ഞത്? കോഗ്നിസബിൾ ആണ് എന്ന് പറഞ്ഞാൽ രണ്ടു തരത്തിലുള്ള ഒഫൻസ് ഉണ്ട്. അതിലേക്കൊക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ എത്തും. കോഗ്നിസബിൾ ഒഫൻസും നോൺ കോഗ്നിസബിൾ ഒഫൻസും. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർക്ക് മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ തന്നെ കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താം, അറസ്റ്റ് രേഖപ്പെടുത്താം. അങ്ങനെയുള്ളതാണ് കോഗ്നിസബിൾ ഒഫൻസ്. നോൺ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർക്ക് സ്വയമായിട്ട് പോയിട്ട് കേസ് അന്വേഷണം നടത്താൻ പറ്റത്തില്ല. അതിന് മജിസ്ട്രേറ്റിന്റെ ഉത്തരവുണ്ടെങ്കിലാണ് കേസ് അന്വേഷണം നടത്തുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അത് നോൺ കോഗ്നിസബിൾ. അപ്പൊ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ സീരിയസ് ഒഫൻസ് ആണ്. ഇപ്പൊ ഒരു മർഡർ നടക്കുന്നു അല്ലെങ്കിൽ ഒരു റേപ്പ് നടക്കുന്നു, അതൊക്കെ സീരിയസ് ഒഫൻസ് ആണ്. അപ്പൊ മജിസ്ട്രേറ്റിന്റെ ഉത്തരവിന് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. അത് സീരിയസ് ഒഫൻസ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ആ കൃത്യം നടന്ന സ്ഥലത്ത് എത്തുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതല്ല, എന്നിട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, തൊണ്ടി മുതലുകൾ കണ്ടെടുക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ എന്താണ്? കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അപ്പൊ സീരിയസ് ഒഫൻസുകളാണ് ഇതിന്റെ പട്ടികയിൽ വരുന്നത്, കോഗ്നിസബിൾ ഒഫൻസിന്റെ പട്ടികയിൽ വരുന്നത്. തൽക്കാലം അത് മനസ്സിലാക്കി, കോഗ്നിസബിൾ നോൺ. അപ്പൊ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാം, അതാണ് കോഗ്നിസബിൾ ഒഫൻസ്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നോൺ കോഗ്നിസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഉത്തരവ് വേണം.
അതാണ് നോൺ കോഗ്നിസബിളും തമ്മിലുള്ള വ്യത്യാസം. ഡൗറി പ്രോഹിബിഷൻ ആക്ടിൽ പറയുന്ന ഒഫൻസുകളെല്ലാം എങ്ങനെയുള്ളതാണ്? കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഉത്തരവിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ഗൗരവമായിട്ട് തന്നെയാണ് കണക്കിലെടുക്കുന്നത് എന്നർത്ഥം. പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് രേഖപ്പെടുത്താം, കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താം വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദി മജിസ്ട്രേറ്റ്. അതാണ് കോഗ്നിസബിൾ. ഇനി എന്താണ്? നോൺ ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടാത്തതാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ബെയിലബിൾ ഒഫൻസും ഉണ്ട്, നോൺ ബെയിലബിൾ ഒഫൻസും ഉണ്ട്. ബെയിലബിൾ ഒഫൻസിൽ എന്താണ്? ജാമ്യം കിട്ടും. നോൺ ബെയിലബിൾ ഒഫൻസിൽ എന്താണ്? ജാമ്യം കിട്ടത്തില്ല. ഇത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഇനി നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്? രണ്ടു തരത്തിലുള്ള ഒഫൻസ് ഉണ്ട്, കോമ്പൗണ്ടബിൾ, നോൺ കോമ്പൗണ്ടബിൾ. അതായത് പരസ്പരം സമ്മതിച്ച് രാജിയായി തീരുന്നത്. എനിക്ക് കേസില്ല, നിനക്ക് കേസുണ്ടോ, രണ്ട് കക്ഷികൾ ഉണ്ടാവുമ്പോൾ കേസ് കൊടുത്തിട്ട് പരസ്പരം ധാരണയിൽ തീർക്കുന്നു. അങ്ങനെ തീർക്കാൻ പറ്റുന്ന കേസ് അല്ല എന്നുള്ളതാണ്. കോമ്പൗണ്ടബിൾ ആണെങ്കിൽ അങ്ങനെ തീർക്കാൻ പറ്റും. നോൺ കോമ്പൗണ്ടബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ തീർക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോ ഇനി നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഒഫൻസസ് അണ്ടർ ദ ഡൗറി പ്രോഹിബിഷൻ ആക്ട് ആർ അണ്ടർ ക്ലാസിഫൈഡ് ആസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ അതിൽ പറയുന്നു കോഗ്നിസബിൾ, ബെയിലബിൾ, കോമ്പൗണ്ടബിൾ. തെറ്റാണ്. കോഗ്നിസബിൾ ആൻസർ എന്തായിരിക്കണം? കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോൺ കോഗ്നിസബിൾ, ബെയിലബിൾ, കോമ്പൗണ്ടബിൾ അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ തെറ്റരുത്, ഇത് സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ കോഗ്നിസബിൾ ആണ്, അതേപോലെ തന്നെ നോൺ ബെയിലബിൾ ആണ്, അതേപോലെ തന്നെ നോൺ കോമ്പൗണ്ടബിൾ ആണ്. ഈ മൂന്ന് ആസ്പെക്റ്റും മറന്നു പോകരുത്. അതാണ് ഇതിലെ ഒഫൻസിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഏത്? ഡൗറി പ്രോഹിബിഷൻ ആക്ടിൽ പറയുന്ന ഒഫൻസിന്റെ സ്വഭാവം. അപ്പൊ നമ്മൾ ഡൗറി പ്രോഹിബിഷൻ ആക്ട് ആണ് ജസ്റ്റ് നമ്മൾ ഇന്ന് നോക്കിയത്. ആ ഡൗറി പ്രോഹിബിഷൻ ആക്ടിലെ കാര്യം ഒന്നുകൂടി നമുക്കൊന്ന് പറയാം. അതായത് ഡൗറി പ്രോഹിബിഷൻ ആക്ട് വരുന്നു മെയ് 1, 1961. അത് എൻഫോഴ്സ് ചെയ്തത്, അതായത് എന്നാണ് കെയിം ഇൻ ടു ഫോഴ്സ്? 20th May 1961. അപ്പൊ ആ രണ്ട് കാര്യവും പഠിച്ചു. ഇനി ഈ ഇതില് ഡൗറി കൊടുക്കുന്നത്, വാങ്ങുന്നത്, ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി പറയുന്നത് ഏത് സെക്ഷനിലാ പറയുന്നേ? ഞാൻ കുറെ സമയമായി പറയുന്നത്, നിങ്ങളൊന്ന് പറഞ്ഞേ, ഏത് സെക്ഷനിലാ പറയുന്നേ? ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി. ഇതാരൊന്നും ഇണ്ടാത്തത്? ഡൗറി കൊടുക്കുന്നതും സെക്ഷൻ 3യിലാണ് അത് കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നത്. അപ്പോ ഇനി ഡിമാൻഡിങ് ഡൗറി പറയുന്നത് ഏത് സെക്ഷനാ? ഡിമാൻഡിങ് ഡൗറി ഡിമാൻഡ് ചെയ്യുന്നത് സെക്ഷൻ 4ലാണ് പറയുന്നത്, ഡിമാൻഡിങ് ഡൗറി. ഇനി അതിന്റെ പണിഷ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. എന്താ പണിഷ്മെന്റ് പറയുന്നത്? ഡൗറി ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ മിനിമം പണിഷ്മെന്റ് എന്താ പറയുന്നേ? ഡൗറി ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ മിനിമം പണിഷ്മെന്റ് എത്രയാ പറയുന്നേ? നോട്ട് ലെസ് ദാൻ 6 months ആണ് പറയുന്നത്. ഇനി മാക്സിമം പണിഷ്മെന്റ് ചോദിച്ചാൽ എന്താ പറയുക? മാക്സിമം പണിഷ്മെന്റ് 2 years ആണ് മാക്സിമം പണിഷ്മെന്റ് പറയുന്നത്. അതേസമയം ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി എന്ന് പറയുന്നതിൽ മാക്സിമം പണിഷ്മെന്റ് എത്രയാ പറയുന്നത്? മാക്സിമം പണിഷ്മെന്റ് അതിൽ പറയുന്ന മിനിമം പണിഷ്മെന്റ് 5 years. മനസ്സിലായി? മാക്സിമം എത്രയെന്നുള്ളത് പരാമർശിക്കുന്നില്ല. നോട്ട് ലെസ് ദാൻ 5 years എന്ന് പറയുന്നു. അതില് പറയുന്ന ഫൈൻ പറയുന്നത് 15,000. അതല്ലെങ്കിൽ ആ ഡൗറിയുടെ മൂല്യം എത്രയാണോ അതിൽ ഏതാണോ കൂടുതൽ അതാണ് വരുന്നത്. അതേപോലെ തന്നെ ഡിമാൻഡിങ് ഡൗറിയുടെ കേസ് ആണെങ്കിൽ മിനിമം 10,000, അതല്ലെങ്കിൽ ഫൈൻ വരും എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഏത് കോടതിക്കാണ് അധികാരം? സെക്ഷൻ 7ൽ പറയുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിക്കാണ് അധികാരം. അതിൽ ലോവർ അല്ലാത്ത കോടതി, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ദ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഫാമിലി കോർട്ട് ആക്ട് 1984 പ്രകാരം ഫാമിലി കോർട്ടിന് അധികാരം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഡൗറി ഡെത്തുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് സെഷൻസ് കോടതികളാണ്. അതേസമയം ഈ ബാക്കിയുള്ള ഒഫൻസുകൾ ഫാമിലി കോടതിക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി ഇതിലുള്ള ആ ഡൗറിയെ കുറിച്ചിട്ടുള്ള നിർവചനം പറയുന്നത് ഏത് സെക്ഷനിലാണ്? ഒന്ന് പറഞ്ഞേ ഏത് സെക്ഷനിലാണ് ഡൗറിയെ കുറിച്ചുള്ള നിർവചനം പറയുന്നേ? ഡൗറി പ്രൊഹിബിഷൻ ആക്ടില് സെക്ഷൻ 2ലാണ് ഡൗറിയെ കുറിച്ചിട്ടുള്ള നിർവചനം പറയുന്നത്. ഡൗറി എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്തത് ഏതാ കുട്ടികളെ?
ഡൗറി എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്തത് ഏതാ? മെഹർ കൊടുക്കുന്ന മെഹർ കൊടുക്കുന്നത് അതിൽ വരത്തില്ല. മുസ്ലിം വ്യക്തി നിയമപ്രകാരം പറയുന്ന മഹർ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡൗറ് കൊടുക്കുന്നത് അതിൽ വരുന്നില്ല എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഡൗറി സെക്ഷൻ 2 പറയുന്നത്. അപ്പൊ അതിൽ വരുന്നത് എനി പ്രോപ്പർട്ടി ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി അറ്റ് ബിഫോർ ഓർ ആഫ്റ്റർ എനി ടൈം ആഫ്റ്റർ ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. അതിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ മാരേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻ കണക്ഷന് അത് കൊടുക്കുന്നത് ആ സമയത്തോ അല്ലെങ്കിൽ മുമ്പോ അല്ലെങ്കിൽ ആഫ്റ്റർ ദ മാരേജ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം? ഇൻ കണക്ഷൻ വിത്ത് മാരേജ് എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ അവിടെ എന്തായാലും നിൽക്കട്ടെ. അപ്പൊ എന്തായാലും ഇനി അടുത്ത ദിവസത്തെ ക്ലാസ് അടുത്ത ആഴ്ചയിൽ ഉണ്ടാകും. അപ്പൊ ഞാനത് ഏത് സമയമാണെന്നുള്ളത് ഞാൻ എന്തായാലും പറയാം. എന്തായാലും പുതിയ കുട്ടികൾ ഇതിൽ കുറച്ചു പേരെ കാണുന്നുണ്ട്. ഇവിടെ എന്താണോ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? പുതിയവരാരെങ്കിലും ഒന്ന് പറഞ്ഞേ, എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോടോ ക്ലാസ്? ഓക്കെ. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ് ഏത് സമയത്താണെന്നുള്ളത് നമുക്ക് എന്തായാലും ആ ചാനലിലൂടെ അറിയിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ നോട്ടുകളും എന്തായാലും കൃത്യമായിട്ട് തരാം എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തായാലും വ്യക്തവും കൃത്യവുമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ അത് നേടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാവിധ കഴിവുകളും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ, താങ്ക് യു.